ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതേ അങ്കോള ബോർഡറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സാംബിയയിലാണ് ഉള്ളത്. ബോർഡറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ഇതേ ലാസ്റ്റ് സ്റ്റേ ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കായി ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ള മക്കായി എന്നെ ബോർഡറിലേക്ക് ഡ്രോപ്പ് ആക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടിക്ക് എന്തോ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ബോർഡർക്ക് പോകാനായിട്ട്. ഹായ്, ഹൗ ആർ യു? ഓക്കെ, ഐ ആം ഗുഡ്. ഇവിടെ പെട്രോൾ അടിക്കുവാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ കോണ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പോപ്കോണ്. പിന്നെ ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്. ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും ഇല്ല, ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കേട്ടോ. അവരിങ്ങനെ ബ്ലാക്കിലാണ് വിൽക്കുന്നത്. ബോർഡറിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഓഫ് റോഡാണ്, ഗ്രാവൽ റോഡൊന്നും ഇല്ല. അങ്ങനെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര പാടായിരുന്നു പോവാൻ. കുറേ സാൻഡിയാണ്, മൊത്തം മണലാണ്. മണൽത്തരികൾ കാരണം വീണ് പോകുന്നുണ്ടായിരുന്നു. ഇത്ര നേരം വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. ഇപ്പോൾ ഒരു കല്ലും ചരലൊക്കെ ഉള്ള ഒരു സ്ഥലം എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കുന്നത്. അതുവരെ അതിനുപോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റേ എന്താ ബ്രിക്സൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നു. കുറേ നേരമായിട്ട് കുറച്ച് വില്ലേജൊക്കെ കണ്ടു. പക്ഷേ 5 കിലോമീറ്റർ എന്നാണ് ഞാൻ വിചാരിച്ചത്. 8 കിലോമീറ്റർ എന്നാണ് വിചാരിച്ച്. പിന്നെ 10 കിലോമീറ്റർ കണ്ടുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, കറക്റ്റ് അറിയില്ല. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ പോകുന്നതുകൊണ്ട് സ്ലോ ആയിട്ടാണ് നമുക്ക് പോകാനും പറ്റുള്ളൂ. ഈ കാണുന്നതാണ് നമ്മളെ സാംബേസി റിവർ കേട്ടോ. ഇതിപ്പോൾ വേറെ കൺട്രി അങ്കോളയിലൊക്കെ വിഭജിച്ച് കിടക്കുന്നുണ്ട്. ചെറിയൊരു റിവറാണ്, പക്ഷെ കുറേ നീളമുണ്ട് കേട്ടോ. അങ്കോള എന്ന് പറയുന്ന കൺട്രി ഓൺ അറൈവൽ വിസയാണ്, അതായത് ഫ്രീ വിസയാണ്. ഓൺ അറൈവൽ എന്ന് പറയാൻ പറ്റില്ല, ഫ്രീ വിസയാണ്. നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട. 1 മന്തിന് നമുക്ക് ഫ്രീ ആയിട്ട് 1 മാസം അങ്കോളയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. ഓൺ അറൈവൽ എന്ന് പറയുന്ന കൺട്രീസിലും ചിലപ്പോൾ ഒക്കെ വിസ പൈസ $50 കൊടുക്കേണ്ടി വരും. ഞാൻ ഇവന് ഇതേ ബോർഡറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ബോർഡർ എത്താനായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് എന്താ പറയുക, ഒരു സോൾജറാണ് ആൾ, വന്നിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ കുറേ മോശമായിട്ട് രീതിയിലാണ് സംസാരിച്ചത്. എൻ്റെ അടുത്ത് ഇന്ന് ഇവിടെ താമസിക്കുമോ, എൻ്റെ നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു അവിടെ നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. അപ്പോൾ നോ സർവീസ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ എൻ്റെ ആളുടെ നമ്പർ എനിക്ക് തന്നു. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ഷിപ്പ് അയക്കാൻ പറഞ്ഞപ്പോൾ നെറ്റില്ലല്ലോ, അയക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതേ നമ്പറിന് വേണ്ടിയിട്ട്. ഫോർ യു ഓൾസോ ദേ ആസ്ക് ദ നമ്പർ, മൈ നമ്പർ. Yes. Take the what or the pen? Yeah, he said that you should take the pen and your number down. Yeah. He's not good, you know. Yes, that person is good. Yeah, and he was asking many questions, and he's saying you have to stay here today, and you'll go tomorrow. He's saying like that. For what? I don't know. Yeah. He's like that. He have a bad intention. She's fun. She's fun actually. അങ്ങനെ ഭയങ്കര മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. എത്ര നേരം, ഏകദേശം ഒരു 1 hour അയാൾ എന്നെ പിടിച്ചു വെച്ച്. അത് ഇവൻ്റെ അടുത്ത് മാറി നിൽക്കാൻ, പ്രൈവറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഒറ്റക്കാണ് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പിന്നെ സോൾജറായിപ്പോയി. എനിക്കൊന്നും പറയാനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഫൈനലി ഞാനിതാ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ബോർഡറൊക്കെ കാണണം. എൻ്റെ അമ്മ ചെറിയൊരു ബോർഡറാണ്, ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ബോർഡർ ക്രോസ് ചെയ്തതിൽ ഏറ്റവും ചെറിയ ബോർഡർ എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. മൊത്തം ഇവിടെ ഒന്നും വണ്ടികളൊന്നുമില്ല. ഇവിടെ ട്രക്സോ വേറെ ഒന്നും പാസ് ചെയ്യുന്നില്ല. ഇൻ ദിസ് റോഡ് നോ വെഹിക്കിൾ ഈസ് പാസിങ്. ഐ തിങ്ക് ലൈക്ക് ബിഗ് ട്രക്സ് ആൻഡ് നത്തിങ്. It used to pass here. No, it is not passing. No, I'm asking about the trailer. Oh, yeah, it's not passing. Yes. ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടോ. അവൻ പാസ് ചെയ്യുന്ന പറയുന്നത് സാധാരണ ഇവിടെ വണ്ടികൾ ചെറുതായിട്ട് പോകില്ല, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ദെൻ ബൈ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഇവനോട് പറയായിരുന്നു നിന്നെപ്പോലെ എല്ലാവരും പാവവും നല്ലതൊന്നും ആയിരിക്കില്ല, ആ പോലീസുകാരൻ്റെ ഉദ്ദേശം എല്ലാം വേറെ ആയിരുന്നു. അങ്ങനെയെല്ലാം ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതായിരുന്നു ബോർഡർ കേട്ടോ. അപ്പോൾ ഞാൻ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബോർഡർ പോസ്റ്റിലേക്ക്, കരിപ്പാണ്ടെ ബോർഡർ പോസ്റ്റിലേക്ക് പോകുന്നു. ഇപ്പോൾ ഞാൻ ക്രോസ് ചെയ്ത് ചൗമ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ പോസ്റ്റാണ്. അപ്പോൾ വേറെ ജർമ്മനിയിലുള്ള 2 ആൾക്കാരെയും കൂടെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ മാത്രം ഇതുവഴി ക്രോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്. അവരും അതന്നെയാണ് എന്നോട് സെയിം തിരിച്ച് പറയുന്നത്. അവർക്കും തോന്നി ഇതുപോലെ കാട്ടുവഴിയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന്. അങ്ങനെ എന്താ പറയുക, അവരിപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിയിലെങ്ങാണ്ടാണ് പോകുന്നതെന്ന്. ഇവിടുന്ന് ടാക്സിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അറിയില്ല അവരെങ്ങനെയാണ് പോകുന്നതെന്ന്. ഒരുപാട് സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ ബോർഡർ പോസ്റ്റിൽ വെച്ച് കാണാമെന്ന്. അങ്ങനെ അവരുടെ എന്താ പറയുക പാസ്പോർട്ടെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാനിവിടെ വന്നു. ഇവിടെ വെൽക്കം ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു അങ്കോള. അപ്പോൾ എന്താ പറയുക, എൻ്റെ 25ാമത്തെ കൺട്രിയാണ്. എനിക്ക് ഇപ്പോൾ ഉള്ളത് 25 വയസ്സാണ്. സോ
25ാമത്തെ വയസ്സിൽ 25 കൺട്രി. അവിടുന്ന് വെൽക്കം ബോർഡൊക്കെ കഴിഞ്ഞതേ ഇങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നൊക്കെയാണ് വീട്. ഇപ്പം ഞാൻ ലാസ്റ്റ് താമസിച്ചുകൊണ്ടിരുന്ന വീടുകളൊക്കെ പോലെ തന്നെയാണ് ഇവിടുത്തെ വീടും. എമിഗ്രേഷൻ ഇനി നേരെ പോകാനുണ്ട് കേട്ടോ. നേരെ പോയിട്ട് പാസ്പോർട്ടിൽ സീലടിച്ചിട്ടില്ല. എമിഗ്രേഷൻ എവിടെയാണെന്നാണ് തപ്പുന്നത്. ഇതാണ് വഴി. ഇത് റോഡ് പോലെയൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് ഒരു നോർമൽ വഴി. ഇവിടെ ആണെങ്കിൽ പോർച്ചുഗീസാണ് ഇവിടുത്തെ മെയിൻ ഭാഷ. ആർക്കും അങ്ങനെ ഇംഗ്ലീഷൊന്നും അറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ അഡ്വഞ്ചർ ആയിരിക്കും. കാരണം ഭാഷ അറിയാണ്ട് ഇവിടെ ആർക്കും ഇംഗ്ലീഷൊന്നും അധികം അറിയില്ല എന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്ന്. സാമ്പയിലുള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായില്ല, കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. സ്കൂളിൽ പോകുന്നവർക്കും പഠിക്കുന്നവർക്കും എല്ലാവർക്കും അറിയായിരുന്നു. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷൊക്കെ എന്തായാലും അറിയുന്നുണ്ടാവുമായിരിക്കും. വെർ ഇസ് ദ എമിഗ്രേഷൻ? ഇതേ ഓക്കെ, താങ്ക് യു. അങ്ങോട്ട് ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു വലിയ ബിൽഡിങ് പോലും കാണുന്നില്ല. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, വീടിൻ്റെ മതിലാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്നതാണ് കേട്ടോ എമിഗ്രേഷൻ ഓഫീസ്. ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ് ചാടാറായിട്ടുള്ളൊരു വീടാണ് ഇവിടുത്തെ എമിഗ്രേഷൻ ഓഫീസ് കേട്ടോ. എൻ്റെ മോഹൻ. അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൽ ഇതേ ഞാൻ സീല് വെച്ച് അങ്കോളയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 ആൾക്കാരുണ്ട് ജർമ്മനിയിലെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ എന്താ പറയുക, ഒരു വർഷം 2 മാസമായിട്ട് യാത്ര ചെയ്യാണ്. കപ്പിളായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവരെ കാണുമ്പോൾ കൂടുതൽ പൈസയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കോച്ചെല്ലാം വണ്ടിയിലെടുക്കും, കാരണം ഇവിടെ മണി എക്സ്ചേഞ്ച് ഇല്ല, സിം കാർഡ് എടുക്കാനൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുള്ള് വിജനമായിട്ട് കിടക്കുവാണ്. ഇതുപോലത്തെ 1-2 വണ്ടിയാണ് ഉള്ളൂ. ഞാനിപ്പോൾ ഹിച്ചേക്കൊക്കെ ചെയ്ത് പോകുന്ന പോലെ കണ്ടോ, ബാക്കിൽ കയറി പോകാൻ തന്നെ അവർ കുറേ പൈസയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ എന്താ പറയുക, ആകെ ഒരു 100 കോച്ച് ചേഞ്ച് ചെയ്ത കുറച്ച് പൈസയാണുള്ളൂ. അതിൻ്റെ ബാക്കിലിരിക്കണം, ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ സ്ഥലം പോലും ഇല്ല. അതൊരു 70 കിലോമീറ്റർ പോകാനാണ് അവർ 100 കോച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മേ ബി ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണെന്ന് ഒരു പ്ലാനും ഇല്ലാണ്ട് നിൽക്കുന്നത്. എൻ്റെ ബാഗ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നിലത്ത് വെച്ചേക്കുക. ഞാനപ്പോൾ ഈ വണ്ടിയിൽ പുറകിലിരുന്നാണ് പോകുന്നത്. മറ്റ് ജർമ്മനിയിലെ പുള്ളിക്കാരി ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ട്. അപ്പോൾ ആക്ച്വലി എൻ്റെ കുറച്ച് ഡോളർ ഉണ്ടായിരുന്നു, മാറ്റാൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ആ ജർമ്മനിയിലെ ഫാമിലിയാണ് എനിക്ക് ക്യാഷ് കൊടുത്തത്. ഞാൻ പറഞ്ഞതാണ് എൻ്റെ ക്യാഷ് കൊടുക്കണ്ട, ഞാനിവിടെ സ്റ്റേ ചെയ്യും, പിന്നീട് പോകുള്ളൂ എന്നൊക്കെ. പക്ഷെ അവർ പറഞ്ഞു എൻ്റെ സ്റ്റോറി കേൾക്കണം. ഞാൻ 4 വർഷമായിട്ട് ഇങ്ങനെ ഫുള്ള് യാത്രയിലാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് എൻ്റെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് വേണ്ടി പേ ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തിരുന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനും പുള്ളിക്കാരനും ബാക്കിലിരിക്കുന്നത്, പുള്ളിക്കാരി ഫ്രണ്ടിൽ പോയിരിക്കുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് പോകുന്നത്. ഇത് വഴിയായിട്ട് പോലും തോന്നുന്നില്ല, ഒരു മണൽ പോലെ ഒരു ചെറിയൊരു വഴി കാണുന്നുണ്ട്. ഫുള്ള് കാട്, അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ആണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. ഈ വഴിയിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട്. ഈ വണ്ടി ഇതുവഴി പോകണം, നടക്കുന്ന പോലും അത്ര സേഫ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാണ് പോകുന്നത് കേട്ടോ. എൻ്റെ അമ്മോ, ഇതൊക്കെയോ പക്ഷെ ഭയങ്കര അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ. ആ വെള്ളമെല്ലാം തിളങ്ങുന്നുണ്ട് കേട്ടോ. അത്രയും എന്താ പറയുക, ആ ഒരു സണ്ണെല്ലാം അടിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതുവഴി നടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അവർ വണ്ടിയിൽ വരുന്നത് എനിക്കറിയില്ല. എൻ്റെ അമ്മോ, സമ്മതിക്കണം കേട്ടോ, ഇതുപോലത്തെ ഒരു വഴിയിലൂടെ എല്ലാം പോകുന്നത്. താഴെയെല്ലാം പോയി, എന്തേലും പോയാൽ വീട് പോയി, അതാണ് അവസ്ഥ. നടക്കുന്ന തന്നെ ഒട്ടും സേഫ് അല്ല കേട്ടോ. നോക്ക് എൻ്റെ അമ്മോ, ഇതുപോലത്തെ ഒരു കാട്ടിലൂടെയാണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മോ നോക്കി, ഇതുണ്ട് ആ വണ്ടിന് ഇതുവഴി വരും. വണ്ടിയെല്ലാം അടിപ്പെട്ട താഴെ കിടക്കും കേട്ടോ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അത് കണ്ടിട്ട് എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ബാഗൊക്കെ വീണ് പോലും. ഇവരെങ്ങനെ ആൾക്കാർ പോകുന്നത്? ഇവർക്കൊരു റോഡ്, ഒരു പാലെങ്കിലും പണിതൂടെ? എന്തൊരവസ്ഥയാണത്. ഇത് ഓടിക്കുന്ന ആളെ ഉണ്ടല്ലോ, സമ്മതിക്കണം. നമ്മൾ ആ വണ്ടിയിൽ നിന്നെല്ലാം ഇറങ്ങി നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സീനാണല്ലോ. ഞാനും വല്ല വാൻ ലൈഫ് എല്ലാം തുടങ്ങി ഇതുവഴി വന്നിരുന്നു. ഞാനും ഓടിക്കൂലായിരുന്നു, ഞാൻ തിരിച്ചു പോയത്. പെട്ടുപോകും, അല്ലെ വേറെ ആരെ കൊണ്ടേലൊക്കെ ഓടിക്കേണ്ടി വന്നേനെ. പാലം ക്രോസ് ചെയ്തതിന് ശേഷം പോകുന്ന റോഡാണിത്. റോഡില്ല, ഉള്ളിലൂടെ ഒരു റോഡുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. വേണ്ട, കിലോമീറ്റർ കണക്കിന് ഇങ്ങനത്തെ റോഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് വെള്ള കളറുള്ള മണലാണ്, മറ്റേത് ഒരു ബ്രൗൺ കളറുള്ള മണല് പുഴി എന്ന് പറയില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പുഴി എന്ന് പറയും അതിനെ. അതുപോലെ ഇത് മണല്. എൻ്റെ അമ്മ, ഒരു കാട്ടിലൂടെ ഉള്ള അഡ്വഞ്ചർ ആയി പോയിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്.
നല്ല എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ ഈസി വഴിയായിട്ട് ഞാൻ സിംബാബ്വേയിലേക്ക് കയറാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു സാംബിയെന്ന്. അങ്ങനെ എങ്ങാനും കയറിയിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള വഴികളെല്ലാം നഷ്ടപ്പെടുമായിരുന്നു. കണ്ണിലെല്ലാം പൊടിയടിച്ച് കിളി പോയിട്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. ഇവരെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാം. ഫുള്ള് പൊടി അടിച്ച് കയറാണ്. ഞാനപ്പോൾ എന്തായാലും ഫുള്ള് മാസ്ക് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നൈസായിട്ടുണ്ട് കേട്ടാ. ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ആയിട്ട് ഈ ഒരു വഴിയിലൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വഴിയൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞ ഒരു കാട്. ഈ കാട്ടിനുള്ളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ മൊത്തം കവർ ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. പുള്ളിക്കാരിയൊക്കെ മുഖവും കണ്ണൊക്കെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫുള്ള് പൊടി അടിച്ചിട്ട് ഈ ക്യാമറയിൽ ഉള്ളിൽ പുറത്തേക്ക് കാണാൻ പറ്റും. ഞാനൊക്കെ മൊത്തം കവർ ചെയ്തായിരിക്കുന്നു. അല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അത്ര അധികം പൊടിയാ. നോക്ക് എന്താണ് അവസ്ഥ. വഴീന്റെ അവസ്ഥ ഉണ്ടോ? ഇതാണ്. ഓ But I really like this way. I like it too. I like it. You know, any kind of travel. Yeah. Yes, me also. There are very, very different ways, and this is one of them. We need to see everything. You have to experience. Yeah. But I tell you, like, I was a bit afraid about Angola. Impala? Yes, this is Impala. Oh, okay, wow. എനിക്കിത് ഇവിടെ ഇംപാല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബുഷ് മീറ്റ് ഇവര് മേടിക്കുന്നത് കേട്ടോ. ഇത് ഏതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസമല്ല ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മീറ്റ് ഇതാണ് കേട്ടോ. This one yesterday I had. Yesterday and last 2 days I was eating this Impala. Oh, really? Yeah, it is like deer. It's delicious? No, deer. What it called? See, you see this? കണ്ടോ? ഞാനിപ്പോൾ പോകുന്ന ഈ ഗ്രാമത്തിലെ ആൾക്കാരൊന്നും ഫോൺ ഉപയോഗിക്കുന്നില്ല, സ്കൂളില്ല, പഠിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എവിടെ വരെ എത്തും, ഈ വണ്ടി എവിടെ വരെ ഉണ്ട്, ഒന്നും അറിയാൻ പാടില്ല. ഞാനിങ്ങനെ അത്രയും കാട്ടിനുള്ളിലൂടെ അത്രയും ഡീപ്പായിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇവരോട് എനിക്ക് ഇത്രയും ഡീപ്പിനിടയിൽ കറണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോണൊന്നും ഉപയോഗിക്കാത്ത ഒരു ഇന്റർനെറ്റ് ഇല്ലാത്ത ലോകത്തെ പറ്റി പിന്നെയും ചിന്തിക്കാം, പക്ഷെ ഫോൺ ഉപയോഗിക്കാത്തൊരു ലോകം, അയ്യോ എനിക്ക് തോന്നുന്നു ഫോണ് പോലും ഉപയോഗിക്കാത്തൊരു സ്ഥലത്ത് ഞാൻ ആഫ്രിക്കയിൽ ഈ ഒരു അങ്കോളയിലാണ് ഇവിടെയാന്ന് തോന്നുന്നു ഞാൻ വന്നിട്ടുള്ളത്. ഇതിലും ഡീപ്പായിട്ടുള്ള സ്ഥലം ഞാൻ പോയിട്ടില്ല. പുള്ളിക്കാരിക്ക് പോണ വഴിക്ക് കുറേ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരൊക്കെ ഉണ്ട് കേട്ടോ. കുണ്ണാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, തെറിയാണല്ലോ നമ്മുടെ നാട്ടില്, പക്ഷെ ഇവിടെ അത് അവരുടെ എന്തോ ഭാഷയാണ് കേട്ടോ. ആഹാ, പോർച്ചുഗീസും ആയിരിക്കും ഇനി ഫുള്ള്. സ്കൂൾ ഓക്കെ, ഇതേ ഇവിടെ ഒരു സ്കൂളുണ്ട്. എത്ര നമ്മൾ സിറ്റി എത്തി, ഒരു ടൗൺ എത്തി, സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ എത്തി. ആ ടൗണിലെ സ്കൂളാണ്, പക്ഷെ സ്കൂളിൽ ആരും കാണാനൊന്നുമില്ല. Kasumbo, that road? Yes, this road. Okay. This one, Luba. It's Luena. Mshiko. Mshiko? Yes, Luena Mshiko. എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ കുറേ നേരമായിട്ട് ഫുൾ കഥയെ സംസാരിച്ച്, പുള്ളിക്കാരനൊരു 10-60 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അതിൻ്റെ ഫുൾ കഥയും സംസാരിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നത്. ജീവിക്കുന്ന പിള്ളേരൊക്കെ സമ്മതിക്കണം കേട്ടോ. ആ ബുഷ് മീറ്റ് വിൽക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ അതാണ് കഴിക്കുന്നത്, മീറ്റായിട്ട് അത് തന്നെയാണ് കഴിക്കുന്നത്. അതെ, അത് കണ്ടോ കൊണ്ടുപോകുന്നുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും. അത് കാരണം പച്ച ചോരയാണ്, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അവർ ഇവിടെ ഒരു സ്ഥലം വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഞാൻ മൊത്തം എടുത്ത് അവർക്ക് കൊടുത്തു. അവിടുന്ന് ഞാൻ ചേഞ്ച് ആക്കിയ ക്യാഷും എന്നിട്ട് അവർക്കത് പോരാന്ന് പറഞ്ഞു. കാരണം സിം എടുക്കാനുള്ള ഒരു സ്ഥലം പോലും അല്ല ഇത്. ഇനിയും കുറേ പോയാലാണ് സിം എടുക്കുന്ന സ്ഥലം എത്തുള്ളൂ. അവരുടെ ഉള്ളത് എൻ്റെ കയ്യിലുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും അവർ സമ്മതിക്കുന്നില്ല. എന്തേ ചെയ്യാൻ നോക്കട്ടെ. കുറേ നേരം ഞങ്ങൾ സംസാരിച്ച് വേറെ ഒരു വഴിയില്ല. ഞങ്ങളുടെ കയ്യിൽ സിം ഇല്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. കാരണം പൈസ ഒന്നും മാറാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ് അപ്പോൾ നമ്മളെ പുള്ളിക്കാരീൻ്റെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച, ആൾക്ക് കുറച്ച് അടിപൊളി സ്ഥലത്ത് എവിടെയെങ്കിലും എത്തണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനം ഞങ്ങൾ കരഞ്ഞല്ല, ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് വന്നു എന്നുള്ള പോലെ ഞങ്ങൾ സംസാരിച്ച്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലുള്ള മൊത്തം പൈസയും കൊടുത്തിട്ടാണ് ആൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മളെന്തോ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ
നമ്മൾ ഇവിടുന്ന് അടുത്ത നെറ്റ്വർക്കൊക്കെ ഉള്ള സിറ്റിയിലേക്ക്, അതായത് സിമ്മൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡെഡ് എൻഡാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് അവർ കൊണ്ടുവന്ന് നമ്മളോട് അവിടെ താമസിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളിന്ന് അവിടെ താമസിക്കില്ല, കാരണം ഇവിടെ റേഞ്ചും ഇല്ല, ഒന്നും, ജസ്റ്റ് ഒരു ഫോറസ്റ്റ്. ഇതാണെങ്കിൽ ഇത് സാംബേസി റിവർ. ദിസ് ഈസ് സാംബേസി റിവർ. ഓക്കെ, സാംബേസി. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഈ സാംബേസി എന്ന് പറഞ്ഞ റിവർ കുറേ കൺട്രീസിലൂടെ ഒഴുകുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, ഇവിടെ അങ്കോളയിലും ഇത് അത് തന്നെ ഒഴുകുന്നത്. പല സ്ഥലത്തും പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അമ്മ ഇവിടുത്തെ ഇന്നലേക്ക് താമസിച്ച വില്ലേജ് പിന്നെ ഓക്കെയാണ്, കാരണം അവിടെ അറ്റ്ലീസ്റ്റ് നോ സർവീസ് ആണെങ്കിലും ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഒരു കട്ട റേഞ്ച് കീപാഡ് ഫോൺ യൂസ് ചെയ്യാനെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫോണേ ഇല്ല. അതാണ് ഏറ്റവും ഇത്. എനിക്കിങ്ങനെ ആലോചിക്കാൻ പറ്റില്ല എങ്ങനെ അവർ ജീവിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന ഞാൻ. ഓ, കസോംബോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴാണ് സിമ്മൊക്കെ കിട്ടുള്ളൂ എന്ന്. പക്ഷെ ഇത്രയും ദൂരമാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവരെല്ലാവരും പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വീഴാനായിട്ടുള്ള പോലെയാണ് ഇരിക്കുന്നത്. എന്താ പറയുക, ഇതൊരു വല്ലാത്ത അഡ്വഞ്ചർ ആയിപ്പോയി. നോക്കി അടുത്ത ബ്രിഡ്ജ് നമുക്ക് ഇത് ക്രോസ് ചെയ്യണം. പക്ഷേ ഇത് സേഫ് അല്ല, നടക്കാൻ പോലും സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി തിരിച്ചെടുത്തിട്ട് വേറെ വഴിയിലൂടെ പോവാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കൂടുതൽ പ്രശ്നമായിട്ട്. എൻ്റെ മോനെ കണ്ടിട്ട് തന്നെ എൻ്റെ കിളി പോയിട്ടിരിക്കുക. അവിടെ വഴിയില്ലാഞ്ഞിട്ടേ ഏത് വഴി കൂടെ പോകുന്നു നോക്ക്. എൻ്റെ അമ്മോ, അങ്കോള ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ പിള്ളേരൊക്കെ വെള്ളം എടുത്തിട്ട് വരികയാണ് എത്രയോ കിലോമീറ്റർ ദൂരെന്ന് കേട്ടോ. നോക്ക്, അവര് എന്താ പറയാ, റിവറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് റിയൽ ആഫ്രിക്ക കാണണമെങ്കിൽ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അങ്കോളയിൽ ആളുകൾ ഇപ്പോഴും ആഫ്രിക്ക എന്താണ്, വെള്ളം ഇല്ലാതെയും ഭക്ഷണം ഇല്ലാതെയും കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി ആലോചിക്കുന്നില്ലേ? അത് റിയൽ ആഫ്രിക്ക എന്ന് പറയുന്നത് ശരിക്കും അങ്കോള എന്ന് തന്നെ പറയാൻ പറ്റൂ. വേറെ എവിടെ എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഇതുവരെ പോയതിൽ ഏറ്റവും എന്താ പറയാ, അതായത് ഇപ്പൊ ഏകദേശം ഒരു 200 കിലോമീറ്റർ യാത്ര ചെയ്തു. ആ 200 കിലോമീറ്ററോളം കാടും വെള്ളമോ ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അങ്കോള എന്ന് പറയുന്നത് വലിയൊരു രാജ്യം കൂടെയാണ്. അപ്പോൾ ഇത്രയും നാൾ പോയാലും ഏറ്റവും ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ആയാലും അങ്ങനെ അത്ര റോ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ വൈൽഡായിട്ട് കണ്ടത് ഇവിടെ തന്നെയാണ് കേട്ടോ. അത്രയും എന്താ പറയുക, വൈൽഡ് ആനിമൽസിനെയൊക്കെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇതായിട്ട് പോകുന്നതല്ല. ഇവിടെ നോക്ക് എന്ത് രസമുള്ള സൺസെറ്റാണെന്നറിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതൊരു വല്ലാത്ത അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അമ്മ പൊടി നോക്ക്, പൊടിയെല്ലാം അടിച്ചു കയറി വരുന്നുണ്ട്. അടിച്ചു കയറി വാന്ന് പറയേണ്ട ആവശ്യമില്ല, അടിച്ചു കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ, ഇത് വേറെ വഴി, അത് അടുത്ത അഡ്വഞ്ചർ. എൻ്റെ പൊന്നോ നോക്കി, അഡ്വഞ്ചർ എൻ്റെ പൊന്നോ നോക്ക്, വേറെ വൈബ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏതോ ഓഫ് റോഡിങ്ങിന് ഏതോ ഓഫ് റോഡിങ്ങിന് പോയ പോലെ ഉണ്ട്. ഓ, സ്റ്റക്കായോ, സീനായോ, മാക്സിമം അവര് നോക്കി ഇവിടെ സ്റ്റക്കായോ. ഓ, സ്റ്റക്കായെന്ന് തോന്നുന്നു കേട്ടോ. നോക്ക്, ഇതാണ് വഴി. സീന് എന്റെ മുഖം കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എത്രത്തോളം അഡ്വഞ്ചറിലാണ് എന്നുള്ളത്. എന്റെ മുഖം നോക്ക്, എക്സ്ട്രാ ഒരു കണ്ണിലെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഐ ഷെയ്ഡോസ് ഇട്ട പോലെ ഉണ്ട്. കൈയെല്ലാം കാണണം. എന്റെ പോയി കളറ് നോക്ക്, കൈന്റെ കളറ് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫുള്ള് നോക്ക്, എന്റെ പൊന്നെ ഫുള്ള് പൊടിയാ. ഈ ഇരിക്കുന്നതൊക്കെ പൊടിയാണ്. അതും ഞാൻ ഗ്ലാസ് വെച്ച് മാസ്ക് വെച്ച് എന്നിട്ടാണ് ഈ അവസ്ഥ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതേ നമ്മുടെ വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്കോളയും പിന്നെ എന്താ പറയുക DRC ഉണ്ടല്ലോ, കോങ്കോ, അവിടെയും നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആഫ്രിക്ക നിങ്ങളെ വെൽക്കം ചെയ്യും. ബാക്കിയുള്ള കൺട്രി ഒന്നും റിയൽ ആഫ്രിക്കയായിട്ട് കാണാൻ പറ്റില്ലാന്ന്. അതായത് കോങ്കോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മാപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഏകദേശം 4000-5000 കിലോമീറ്റർ ഒന്നും വണ്ടി ഇല്ലാതെ അവർ ഫ്ലൈറ്റെല്ലാം എടുത്ത് പോകുന്നത്. അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് കമ്പനിക്ക് ഇവരും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം ബാക്കിയിൽ ആകെ ഒരാൾക്ക് എങ്ങാണ്ട് ഇംഗ്ലീഷ് അറിയും, ബാക്കി എല്ലാവർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഫുള്ള് അവരുടെ ഭാഷ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് പുറകിലിരുന്ന് മൊത്തം ഇംഗ്ലീഷിൽ കുറേ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് ബോറടിച്ചതേ ഇല്ല. എന്ത് രസം നോക്കി, ഭയങ്കര അടിപൊളി സ്കൈയും. ഓ, വഴി തന്നെ നോക്ക്, വല്ലാത്ത വഴി തന്നെ കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്തായാലും.
തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി. ഇത്രയും ആൾക്കാർ അത്രയും ശക്തിയുള്ള ആൾക്കാരാ, എന്നിട്ടും അവർ പോകുന്നില്ല. വണ്ടി കടന്ന് കറങ്ങാണ്. അത് അവർ ചെളിയിലും മണ്ണിലും അങ്ങനെ അവർ ഇതാക്കാണ്, എന്നിട്ടും അത് പോകുന്നില്ല. എൻ്റെ പൊന്നോ, നോക്കി പുറകിലേക്ക് നീക്കുവാണ് അവര്. പുറകിലേക്ക് നീക്കിയിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാ. കാരണം ബാക്കിൽ നിന്ന് തള്ളാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. കൊറേ നേരമായി നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്നു, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പോർച്ചുഗീസ് ആണ്. എല്ലാം മനസ്സിലായല്ലോ. പോർച്ചുഗീസ് അറിയുന്നവർക്ക് മനസ്സിലാവും. അതറിയുന്ന ആരുടെ അടുത്തെങ്കിലും ട്രാൻസ്ലേഷൻ ചോദിക്കാം. ഇവിടെ എനിക്ക് അറിയുന്ന കുറച്ച് മലയാളീസിനൊക്കെ പോർച്ചുഗീസ് അറിയാട്ടാ. ഓക്കെ ഏതാണ്ടൊക്കെ എന്നോട് പോർച്ചുഗീസ് ഭാഷ പറയുന്നു. പിള്ളേരുൾപ്പെടെ എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പഴാണ് സെറ്റ് ആയത്. ഓക്കെ, അതായിരുന്നു വഴി. ആ വഴി കൂടാണ് നമ്മൾ വന്നത്. ഓ, എപ്പ എത്തുമെന്ന് അറിയില്ല. ഒരു സിം എടുക്കാൻ പോലെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല എടുക്കാൻ പറ്റുന്നുള്ള കേട്ടാ. വണ്ടിയിൽ കയറി നമ്മൾ പൊക്കോണ്ടിരിക്കണ്ടോ. ഇവന്റെ മേലൊക്കെ നോക്കി മൊത്തം ചെളിയായി. അവന്റെ കാലൊക്കെ കാണണട്ടോ. കാലൊക്കെ ഇങ്ങനെ ഇതായിട്ടാണ് പോകുന്നത്. നമ്മൾ ഏതോ കാട്ടിലൂടെ ഡെസേർട്ടിലൂടെ എങ്ങാണ്ടാണ് കേട്ടോ നമ്മള് പോകുന്നത്. എനിക്കറിയാൻ പാടില്ല എത്ര കിലോമീറ്റർ ആയിട്ട് പോകുന്നത്. എന്നിട്ട് എവിടെ എത്തിയിട്ടില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ, സീൻ വഴി. ഈ വഴിയാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ റോഡ് ബ്രിഡ്ജ് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് കൂടെയാണ് വന്നത്. നമ്മുടെ പുറകെ നോക്ക്, ഒരു ഡോഗ് എന്ത് സ്പീഡിൽ ഓടി വരുന്നത്. ഇറ്റ്സ് വെരി ഫാസ്റ്റ്. ഓ, അത് ഒരു ഏരിയ കഴിഞ്ഞപ്പോ പോയി കേട്ടോ. എന്തൊരു ഫാസ്റ്റിലാ വരുന്നത്. എന്റെ മോനെ, വേറെ ലെവൽ ലൈഫാട്ടോ ഇവിടെ. ഇവിടുത്തെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ഗസ്റ്റ് ഹൗസിലേക്കാണ് വന്നത്. ഇവിടെ റിസപ്ഷൻ എഴുതിയതേക്കുന്നൊക്കെ നോക്കിയേ. പോർച്ചുഗീസിലാണ് എഴുതിയേക്കുന്നത്. റിസപ്പക്കാക്കോ അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ റൂംസിനെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ ഇന്ത്യൻ റുപ്പിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് വിത്ത് ടോയ്ലറ്റ് ഇല്ലാത്തതിന് ഒരു 600 റുപ്പീസൊക്കെ വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലയെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡുമാണ്. അപ്പോൾ ഇവരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തൊന്നും പോയിട്ട് ഇനി തെണ്ടാൻ നിൽക്കുന്നില്ല എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട്. സോ ഞാൻ ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ ആലോചിക്കുന്നത്. പക്ഷെ പൈസ ഇല്ല. നാളെ രാവിലെ എണീച്ചതിന് ശേഷം പൈസ ചേഞ്ച് ചെയ്ത് ഡോളറെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വേണം എനിക്ക് നിൽക്കാനായിട്ട്. എനിക്ക് റൂം എടുത്ത് അങ്ങനെ നിൽക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 600 റുപ്പീസ് ഇന്ത്യൻ റുപ്പി, അത് എന്താ പറയുക, ഒരു ദിവസത്തിനെന്ന് പറയുമ്പോൾ അത് ഭയങ്കര കൂടുതലാണ്. അതും ഒരു റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്, സിറ്റിയിൽ പോലും അല്ല. ഞാനിത് റൂമിൽ എത്തിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഇത് എവിടെ വെച്ച് മിണ്ടാൻ പോയി വയ്യ. ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഭയങ്കര തലവേദന. ഇന്നലെ തന്നെ ഉറങ്ങിയിട്ടില്ല, ഉറക്കം ശരിയായിട്ടില്ല. അതാണ് വേറെ കാര്യം. വിശന്നിട്ട് വയ്യ. ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ഓറഞ്ച് ഉണ്ടായി, ഒരു ഓറഞ്ച് കഴിച്ചു. അത് തന്നെ അപ്പുറത്താ ചേട്ടൻ തന്നാ. വിശന്നിട്ടുണ്ടല്ലോ. രാവിലെ ഒരു അവക്കാടോയും ഒരു ബനാനയും കഴിച്ചതാ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായില്ല. വെള്ളം ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിറച്ചിട്ട് കുടിച്ചത്. അതുകൊണ്ട് നല്ല ടയർഡാണ്. മുഖമൊക്കെ വെറ്റ് വൈപ്സ് വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്തു. അയ്യോ, ചൂടുവെള്ളമൊന്നുമില്ല കുളിക്കാൻ. കറണ്ട് ഉണ്ട്, അത് തന്നെ ഭാഗ്യം. സാമ്പയിൽ എത്ര നാളും കറണ്ട് ഉണ്ടായിരുന്നില്ല. അയ്യോ, എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ ഉറങ്ങാത്തോണ്ട് കൊണ്ടു ടയേർഡ് ഇത്ര. പിന്നെ ആ ബാക്കിലിരുന്ന് പൊടിയും തണുപ്പും വെയിലും മഞ്ഞും എല്ലാം കൊണ്ടിട്ട് ആകെ ടയർഡായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.